കഴിഞ്ഞ 27-ാം തീയതി രാത്രി ഭൗമ അന്തരീക്ഷത്തിൽ കണ്ട തീഗോളത്തെ തുടർന്നാണ് ഉൽക്ക വീണു എന്ന പ്രചരണം ഉയർന്നത്. തുടർന്നങ്ങോട്ട് പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള ഉൽക്കാകഥകളായിരുന്നു. കുറുപ്പംപടി പിട്ടാപ്പള്ളി വീട്ടിൽ വിൽസന്റിന്റെ വാഴത്തോട്ടത്തിലും, പുല്ലുവഴി ജയകേരളത്തിന് സമീപം തോട്ടത്തിൽ ജോണിയുടെ വീട്ടിലും, പഴങ്ങനാട് തെക്കുംഭാഗം കൈതപ്പുഴക്കാരൻ വിശ്വനാഥന്റെ വീട്ടിലും ഉൽക്ക വീണു എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ ആഘോഷിച്ചത്. കണ്ടെത്തിയ കല്ലുകൾ ദുരന്ത നിവാരണ അതോറിറ്റിയും ജിയോളജിക്കൽ സർവേയും പ്രാഥമിക അന്വേഷണത്തിൽ ഉൽക്ക തന്നെയെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഉൽക്കയെപ്പറ്റി അറിയാൻ ഞങ്ങൾ നടത്തിയ അന്വേഷണം പുല്ലുവഴിയിലെ ജയകേരളം സ്കൂളിന് സമീപത്തെത്തി. ഇവിടെ നിന്നും ഉൽക്ക കണ്ടെടുത്ത രീതിയാണ് ഞങ്ങളെ അമ്പരപ്പിച്ചത്. കയ്യാലയുടെ അടിയിൽ നിന്നും ഇളക്കിയെടുത്ത കാക്കപ്പൊന്നുകല്ല് പ്രാഥമിക പരിശോധനയിൽ ഉൽക്കയെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് പ്രാദേശിക പുരാവസ്തു ഗവേഷകനായ ഇസ്മയിൽ പള്ളിപ്പുറം നടത്തിയ അന്വേഷണത്തിലാണ് വിവിധ സ്ഥലങ്ങളിൽ വീണ ഉൽക്കകൾ പരസ്പരം സാമ്യമില്ലാത്തതാണെന്ന് കണ്ടെത്തിയത്. വെള്ളിയാഴ്ച തീഗോളവുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂരിൽ കുറുപ്പംപടിയിലും പുല്ലുവഴിയിലും ഉൽക്ക വീണു എന്നുള്ള ഒരു പരാമർശം വളരെയധികം വിവാദമായപ്പോൾ ഇത് സംബന്ധമായി പഠിക്കുന്നതിന് വേണ്ടി ഞാൻ പുല്ലുവഴിയിലെയും കുറുപ്പംപടിയിലെയും ഉൽക്ക വീണ സ്ഥലങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. ആ സന്ദർശന സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം അവിടെ ഒരു ഉൽക്കയും വീണിട്ടില്ല. അത് ചിലർ തെറ്റായി ധരിച്ചുകൊണ്ടും ഒരു ഉൽക്ക വീണിരിക്കുന്നു എന്നുള്ള പ്രചരണം നടത്തുകയാണ് ഉണ്ടായത്. ഇത് സംബന്ധമായി കൊണ്ടുള്ള ഒരു പഠനം നടത്തിയതിൽ നിന്നാണ് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഒന്ന്, കുറുപ്പംപടിയിലെ ഉൽക്ക. അത് കുറുപ്പംപടിക്ക് കിഴക്ക് ഭാഗത്ത് കിഴക്കേ ഐമുറിൽ പെട്ടമല എന്ന സ്ഥലത്തുള്ള ഒരു പിട്ടാപ്പള്ളി വിൽസന്റെ കൊടിയിൽ നിന്നും കണ്ടെത്തിയ ഒരു കല്ലിനെയാണ് കുറുപ്പംപടിയിൽ നിന്നുള്ള കുൽക്ക എന്ന പേരിൽ ഇപ്പോൾ പ്രചരിക്കപ്പെടുന്നത്. ആ കല്ലിൻ്റെ പ്രത്യേകത, പുരാതന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന അയിരുകല്ലുകൾ, കീടക്കല്ലുകൾ, ഈ കല്ലിൽ ഹോൾ വന്നിട്ട് ഉണ്ടായ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഗോളത്തെയാണ് ഉൽക്ക എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. അതാണ് നിലവിൽ കൽക്കട്ടയിലേക്ക് അയച്ചിരിക്കുന്നത്. ചില കല്ലുകളിൽ വേതാളത്തിന്റെ കൂടും ചിതൽപുറ്റുകളുമുണ്ട്. കാക്കപ്പൊന്നുകല്ലും ഇരുമ്പയറുകല്ലും കടുപ്പമേറിയ കുളപ്പാറയുമാണ് ചിലർ ഉൽക്കയെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അന്യഗ്രഹത്തിൽ നിന്നും പൊട്ടിവീണ ഉൽക്കാക്കല്ലുകൾ വീട്ടിൽ സൂക്ഷിച്ചാൽ ഭാഗ്യം വരുമെന്ന് പറഞ്ഞ് കുറുപ്പംപടി പെരുമ്പാവൂർ ഭാഗങ്ങളിൽ പണം കൊടുത്ത് കല്ലുകൾ സ്വന്തമാക്കിയവരുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ.